ഇന്നലെ ഞാൻ ലിനൻ മാനുഫാക്ചറിങ്ങിൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു നമ്മുടെ യൂണിറ്റിൻ്റെ. അതിനുശേഷം എനിക്ക് വന്ന മെസ്സേജുകളുടെ ബേസിൽ പറയാം, നമ്മുടെ നാട്ടിലെ ഭൂരിഭാഗം ആൾക്കാർക്കും ലിനൻ എന്താണോ, അതിൽ എന്തൊക്കെ വേരിയൻസ് ഉണ്ട്, അതിൻ്റെ പ്രൈസിങ് എന്താണ്, നിങ്ങൾക്ക് കിട്ടുന്ന ലിനൻ ഒറിജിനലാണോ, ഒരു ഐഡിയ ഇല്ല. നിങ്ങൾക്ക് ഒരാളും നാട്ടിൽ 1000 രൂപയ്ക്ക് താഴെ ഒരു ലിനൻ ഷർട്ട് സ്റ്റിച്ച് ചെയ്ത് തരാൻ പോകുന്നില്ല. അതിന് അവർ പറയുന്ന പേരായിരിക്കും ലിനൻ ബ്ലെൻഡ് എന്ന്. ഈ ലിനൻ ബ്ലെൻഡും ലിനനായിട്ട് യാതൊരു ബന്ധവുമില്ല. സോ ഈ ലിനൻ കോട്ടനോ ലിനൻ ബ്ലെൻഡോ നിങ്ങൾ ഇത്ര പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ സംസാരിക്കുന്നത് നമ്മുടെ ലിനൻ പ്രൊഡക്ഷൻ യൂണിറ്റിൽ വന്നിട്ടാണ്. ഇതാണ് നമ്മുടെ ഫാക്സ് മെറ്റീരിയൽ അൺത്രെഡ് ചെയ്തിട്ട് വീവിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യുന്ന മെഷീൻ. ഇത് കഴിഞ്ഞാൽ ഡയറക്റ്റ് വീവിംഗ് ആണ്. എല്ലാത്തിനും ഓരോരോ മെഷീനാണ്. 40 60 കളേർഡ്, എല്ലാത്തിനും ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് ആണ്. ഇപ്പോൾ ഈ വർക്കായിക്കൊണ്ടിരിക്കുന്നത് 60 ക്വാളിറ്റിയാണ്. നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യുന്നത് 100% യൂറോപ്യൻ ഫ്ലാക്സ് മാത്രം യൂസ് ചെയ്തില്ല. വേറെ ഒന്നും മിക്സോ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ കാണിച്ചു തരാം. ഇത് 40 ആണ്. ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് യൂറോപ്യൻ ഫ്ലാക്സാണ്. അതുപോലെ തന്നെ 80 നമ്മൾ സെയിം തന്നെ യൂസ് ചെയ്യുന്നത്. എല്ലാത്തിലും യൂറോപ്യൻ ത്രെഡ്സും ഫാക്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പീസ് ഡൈയിങ്ങും യാൺ ഡൈയിങ്ങും തമ്മിൽ ഭയങ്കരമായിട്ട് ഡിഫറൻസ് ഉണ്ടെന്ന്. ഒന്നുമില്ല, ഈ പീസ് ഡൈയിങ് കുറച്ച് നാൾ കഴിയുമ്പോൾ ഫെയ്ഡ് ആവുമെന്ന് തുടങ്ങും. കുറേ കാലം നിങ്ങൾ യൂസ് ചെയ്ത് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഫെയ്ഡ് ആവും. പക്ഷേ ഈ സാധനം ഒരിക്കലും ഫെയ്ഡ് ആവില്ല. നിങ്ങൾ എത്ര ആൾ വേണമെങ്കിൽ യൂസ് ചെയ്തൊക്കെ യാൺ ഡൈ ചെയ്താണ്. എത്ര ആൾ വേണമെങ്കിൽ യൂസ് ചെയ്തോ ഇതൊന്നും ഫെയ്ഡ് ആവില്ല, അങ്ങനെ കിടക്കും. ഓരോ ഫാബ്രിക്കുകളും നമ്മൾ ഡിഫറൻസ് നോക്കാം. ഇത് 40 ആണ്. 40 ആയിരിക്കും ഏറ്റവും കട്ടി കൂടിയതും. നിങ്ങൾക്ക് ലൈനിങ് യൂസ് ചെയ്യേണ്ടാത്തൊരു ഫാബ്രിക് 40 ആയിരിക്കും. അത്യാവശ്യം കട്ടിയുള്ളൊരു ഫാബ്രിക് ആയിരിക്കും. ഓക്കെ, വരെ 60 ഒന്നും കൂടെ കട്ടി കുറവായിരിക്കും, സോഫ്റ്റ് ആയിരിക്കും. കോമൺലി യൂസ് ചെയ്യുന്ന ഒരു ഫാബ്രിക് എന്ന് പറഞ്ഞാൽ 60 ആണ്. ഇത് 80 ആകുമ്പോൾ എന്തുണ്ടാവും, ഒന്നുകൂടി സോഫ്റ്റ് ആയിരിക്കും, ട്രാൻസ്പെറൻസി കൂടുതലായിരിക്കും. കേട്ടോ, നമ്മുടെ കൈയ്യൊക്കെ കാണാൻ പറ്റും. കുറച്ചുകൂടി ട്രാൻസ്പെറൻ്റ് ആയിരിക്കും, എന്നാൽ സോഫ്റ്റ് ആയിരിക്കും. 40 തൊട്ട് 100 തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ തിക്നെസ്സിലും ഫൈനായിട്ടുള്ള ക്വാളിറ്റിയിലാണ്. 40 അത്യാവശ്യം തിക്നെസ് ഉണ്ടാവും. അത് നിങ്ങൾക്ക് ലൈനിങ് കാര്യങ്ങളൊന്നും യൂസ് ചെയ്യേണ്ടി വരില്ല, ഒന്നും യൂസ് ചെയ്യേണ്ട, ജസ്റ്റ് സിമ്പിളായിട്ട് ഇടാം. 100 വരുമ്പോൾ തിക്നെസ് കുറഞ്ഞു വരും, എന്നാൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് വരും. ഈ കിടക്കുന്നത് കംപ്ലീറ്റ് ഗ്രേ മെറ്റീരിയലാണ്. ഫുള്ള് പ്രൊഡക്ഷന് വേണ്ടി കിടക്കുന്ന മെറ്റീരിയലാണ്. ഇതിൽ പീസുകളായിട്ടും കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഷർട്ട് പീസുകളായിട്ട് ആവശ്യമുള്ളവർക്ക് ഷർട്ട് പീസുകളായിട്ട് ഇതുപോലെ ബൾക്കിന് പർച്ചേസ് ചെയ്യാം. ഇത് ഫുള്ള് ഷർട്ട് പീസുകളായിട്ട് കൊടുക്കുന്ന ഇതെല്ലാം പല പല പാറ്റേൺസ് ഉണ്ട്. ഇതിൽ ഒരുപാട് പാറ്റേൺസ് വരുന്നുണ്ട്. കാണുമ്പോൾ ഇത്രയും തോന്നും, പക്ഷെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ പ്രോസസ്സ്. നമ്മുടെ എല്ലാ പ്രൊഡക്ഷൻ കഴിഞ്ഞ് വരുന്ന ഓരോ ഐറ്റം ലൈറ്റിൻ്റെ അണ്ടറിൽ ഇങ്ങനെ ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഫൈനൽ സെല് ചെയ്യുക. ഇനി ഇതിൽ വല്ല ഡിഫക്റ്റും കാര്യങ്ങളുണ്ടെങ്കിൽ അതിങ്ങനെയാണ് നമ്മൾ ഫൈനലി കറക്റ്റ് ചെയ്യുക. ചെറിയ നൂല് പന്തൽ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ എല്ലാ ഫൈനൽ പ്രൊഡക്ട്സും സെല് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഡയറക്റ്റ് മിഡിൽ മാനും കാര്യങ്ങളൊന്നും ഇല്ലാതെ ലിനൻ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹോൾസെയിൽ പർച്ചേസിനായിട്ട് ഞാനിവിടെ ഒരു നമ്പർ കൊടുക്കാം, അതിലേക്ക് മെസ്സേജ് അയക്കാം. ഇനി റീറ്റെയിൽ പർച്ചേസ് വേണമെന്നുള്ളവർക്ക് ഞാനിവിടെ നമ്പർ കൊടുക്കുന്നുണ്ട്. അതല്ലെങ്കിൽ തൃശ്ശൂർ നമ്മുടെ ഔട്ട്ലെറ്റ് ഉണ്ട്, അവിടെ പോയാലും പർച്ചേസ് ചെയ്യാം.